കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM മുൻ ജില്ലാ സെക്രട്ടറിമാർ കെ രാധാകൃഷ്ണൻ, MM വർഗീസ്, AC മൊയ്തീൻ എന്നിവർ പ്രതിപട്ടികയിൽ. പാർട്ടിയും കേസിൽ പ്രതി. ആകെ 83 പ്രതികൾ. തട്ടിപ്പിലൂടെ പ്രതികൾ 180 കോടി സമ്പാദിച്ചുവെന്നും കലൂർ PMLA കോടതിയിൽ സമർപ്പിച്ച അന്തിമ കുറ്റപത്രം. UDFിന് തലവേദനയായി നിലമ്പൂരിൽ ഇടഞ്ഞ അൻവർ. ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അതൃപ്തി. UDF പ്രവേശനം വൈകുന്നതിലും അമർഷം. മത്സര സാധ്യത തള്ളാതെ അൻവർ. സ്ഥാനാർത്ഥിയാക്കാത്തതിൽ ശക്തമായ എതിർപ്പറിയിച്ച് VS ജോയ് വിഭാഗം. LDFിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ. സ്ഥാനാർത്ഥിയെ നിർത്തണോ എന്ന് BJP ഇന്ന് തീരുമാനിക്കും. അൻവർ ഇഫക്റ്റ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടാകുമെന്ന സണ്ണി ജോസഫ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് CPMന് ഭയമെന്ന UDF കൺവീനർ അടൂർ പ്രകാശ് MP. നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് അനുകൂല സാഹചര്യമെന്ന് KV തോമസ്. അൻവർ ഫാക്ടറല്ലെന്നും തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തികൾക്ക് പ്രാധാന്യമില്ലെന്നും KV തോമസ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്നിറങ്ങും. കൊച്ചി പുറംകടലിൽ മുങ്ങിയ ചരക്കു കപ്പലിലെ കണ്ടെയ്നറുകളിൽ കൊല്ലം തീരത്തടിഞ്ഞത് 20ഓളം കണ്ടെയ്നറുകൾ. 2 ആലപ്പുഴയിൽ. നിരവധി കണ്ടെയ്നറുകൾ തീരത്തോട് ചേർന്ന് കടലിൽ ഒഴുകി നടക്കുന്നു. ശക്തമായ തിരകളുള്ളതിനാൽ കണ്ടെയ്നർ തീരത്തേക്ക് അടുപ്പിക്കാനും സാധിക്കുന്നില്ല. NDRF വിദഗ്ധ സംഘം കൊല്ലത്തേക്ക്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ. 11 ജില്ലകളിൽ റെഡ് അലേർട്ട്. കണ്ണൂർ നെടുമ്പോയിൽ വീടിന് മുകളിൽ മരം വീണ് 3 പേർക്ക് പരിക്ക്. കോഴിക്കോട് നഗരത്തിൽ വെള്ളക്കെട്ട്. കോട്ടയത്തിന്റെ മലയോര മേഖലകളിൽ കനത്ത മഴ. ചാലിയാറും ചെറുപുഴയും കരകവിഞ്ഞൊഴുകുന്നു. കോട്ടയത്തിന്റെ മലയോര മേഖലകളിൽ കനത്ത മഴ. തൃശൂർ, ആലപ്പുഴ ജില്ലകളിൽ ശക്തമായ കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടം. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ പ്രതി സുകാന്ത് സുരേഷിന് മുൻകൂർ ജാമ്യമില്ല. കേസ് ഡയറിയിലെ വിവരങ്ങൾ ചോർന്നതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. മാനന്തവാടി അപ്പപ്പാറയിൽ യുവതി കൊല്ലപ്പെട്ടതിന് പിന്നാലെ കാണാതായ 9 വയസ്സുകാരിയെയും പ്രതി ദിലീഷിനെയും കണ്ടെത്തി. കുട്ടിയുണ്ടായിരുന്നത് ദിലീഷിനൊപ്പം.